ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണ വീഡിയോയും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് എനിക്ക് കുറേ സ്റ്റിച്ചസിന്റെ പേര് അയച്ചു തന്നിട്ടുണ്ട്, അതൊക്കെ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഒത്തിരി ലെങ്തി ആവും. എന്ന് വെച്ചാൽ ചില വീഡിയോസ്, ചില സ്റ്റിച്ചസ് പറഞ്ഞിരിക്കുന്ന സ്റ്റിച്ചസ് ഒക്കെ നമ്മൾ ചെയ്യുന്നില്ല, മാറ്റി ക്ലോത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ നെറ്റ് പോലത്തെ മെറ്റീരിയലിൽ തയ്ക്കുന്ന സ്റ്റിച്ചസ് ആണ്. അത് നോർമൽ ക്ലോത്തിൽ അങ്ങനെ തയ്ക്കുന്ന സ്റ്റിച്ചസ് അല്ല, അങ്ങനത്തെ നെറ്റ് പോലത്തെയുള്ള ക്ലോത്തിൽ തയ്ക്കുന്ന സ്റ്റിച്ചസ് ആണ്. അപ്പോൾ അത് വേറൊരു സെക്ഷനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന 3 സ്റ്റിച്ചസ് ആണ്. ഈ 3 സ്റ്റിച്ചസ് നമുക്ക് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെംസ് തയ്ക്കാനും യൂസ് ചെയ്യാം. അതല്ലാണ്ട് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ലെറ്റേഴ്സ് സ്റ്റിച്ച് ചെയ്യത്തില്ല. ഇപ്പൊ ഹൂപ്പൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും റൈറ്റിങ്സ് എഴുതണമെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യാൻ ലെറ്റേഴ്സ് സ്റ്റിച്ച് ചെയ്യാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കൂടാതെ വേറെ ലീവ്സ് തയ്ക്കാനും വേറെ ഫില്ലിങ്സിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ കൂടുതൽ ഇതിനാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആ കേർവ്സ്, ലെറ്റേഴ്സിന്റെ ഒക്കെ ആ കേർവ് ഒക്കെ നല്ലോണം നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് ഓരോരോ സ്റ്റിച്ചസ് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്ന ഈ 2 ലെറ്റേഴ്സാണ്, അതുപോലെ തന്നെ ഈ ഒരു സർക്കിളുമാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തയ്ക്കാൻ പോകുന്ന ക്വാക്കർ സ്റ്റിച്ച് എന്ന് പറഞ്ഞ ഒരു സ്റ്റിച്ചാണ്. അത് പേര് കേട്ട് ആരും പേടിക്കണ്ട. അതിൻ്റെ ആ സ്റ്റിച്ച് സ്പ്ലിറ്റ് സ്റ്റെം സ്റ്റിച്ച് എന്ന് കേട്ടിട്ടുണ്ടാകും. ആ സ്റ്റിച്ചും ക്വാക്കർ സ്റ്റിച്ചും സെയിം ആണ്, ഒരേ തയ്യൽ തന്നെയാണ്, വേറെ പേരിന് അറിയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്വാക്കർ സ്റ്റിച്ചാണ് തയ്ക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്റ്റെം സ്റ്റിച്ച്. തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 സ്ട്രാൻഡ്സ് ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാൻ നേരത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ തന്നെ ത്രെഡ് വെക്കുക. യൂഷ്വലി റൈറ്റ് സൈഡിലാണ് ഞാൻ വെക്കാൻ പറയുന്നത്. റൈറ്റ് സൈഡിൽ വെച്ച് തയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ത്രെഡ് താഴത്തോട്ടാണ് വെക്കുന്നത്. എപ്പോഴും താഴത്തോട്ട് വലിച്ചു പിടിച്ചിട്ട് കുറച്ച് ഡിസ്റ്റൻസ്, എന്തോരം ഡിസ്റ്റൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ കുത്തിയെടുത്ത് ആ പോയിന്റിലോട്ട് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ എടുക്കുന്നു. വീണ്ടും ത്രെഡ് താഴത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇനി എടുക്കുമ്പം ഇവിടം വരെ അല്ല എടുക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം തയ്ച്ചിരിക്കുന്ന ആ ത്രെഡിൻ്റെ ഇൻ ബിറ്റ്വീനിൽ കൂടെ പാസ് ചെയ്യുക നീഡിൽ. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ തയ്ച്ചിരിക്കുന്ന ആ ഒരു ത്രെഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് സ്പ്ലിറ്റ് സ്റ്റെം സ്റ്റിച്ച് എന്ന് ഇതിന് പേര് വന്നിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നവരെയാണ്, എന്നാൽ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാക്കർ സ്റ്റിച്ച് എന്നും പറയും. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റെം സ്റ്റിച്ചിനേക്കാളും കുറച്ചും കൂടി ഒരു തടുപ്പ് കിട്ടും. ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ മേലിൽ കൂടെ തയ്ക്കണമുണ്ട്, കുറച്ചും കൂടി ഒരു തടുപ്പ് കിട്ടും, ഒരു പിരിച്ചിലും തോന്നും. അപ്പോൾ ഒരു ചെയിൻ്റെയും അതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ചിൻ്റെയും കൂടെ ഒരു എഫക്റ്റ് കിട്ടും നമ്മളിത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനിയുള്ളത് മുഴുവൻ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ തയ്ക്കുന്നത്. കുറച്ചും കൂടെ കനത്തിൽ കിട്ടും. സാധാ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നേക്കാളും ഒരു കട്ടി കൂടുതലുണ്ടാകും. പിന്നെ നമ്മളിത് തയ്ക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വരുന്നേക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു എ ആണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തിക്കായിട്ടുള്ളൊരു എ ആണ് എഴുതിയിരിക്കുന്നത്, കട്ടിയിലുള്ള എ ആണ് എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തന്നെ തയ്ച്ച് ഫില്ല് ചെയ്യുക. അപ്പം നമ്മൾ ഇതുവരെ 4 സ്ട്രാൻഡ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഞാൻ 4 സ്ട്രാൻഡ് എടുത്തത്. അതൊരു ഇങ്ങനെ തിക്കായിട്ടുള്ളതിന് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 സ്ട്രാൻഡ്സ് എടുത്താൽ മതി. എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തയ്ച്ചാൽ മതി. അതേ സമയത്ത് പേൾ കോട്ടൺ ത്രെഡ് ആണെങ്കിൽ ഒറ്റ സ്ട്രാൻഡിൽ എടുത്ത് തയ്ക്കുക. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുകയൊക്കെ നല്ലോണം നോക്കിയിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. പേൾ കോട്ടൺ ത്രെഡ് എടുത്താൽ ചെയ്യണേ എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആൽഫബറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ച് നല്ല തിക്കായിട്ട് തയ്ക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ. നമ്മൾ തയ്ക്കുന്ന പല സ്റ്റിച്ചും സെയിം സ്റ്റിച്ച് തന്നെയായിരിക്കും, പക്ഷെ പല പേരിലാണ് എഴുതുന്നത്. അത് ഒരേ സ്ഥലത്തിനനുസരിച്ച് സ്റ്റിച്ചിന് പേര് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സ്പ്ലിറ്റ് സ്റ്റെം സ്റ്റിച്ച് എന്നും പറയും, ക്വാക്കർ സ്റ്റിച്ച് എന്നും പറയും. വേറെ വല്ല പേരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ പല പേരുകളുണ്ട്.
കണ്ടോ നല്ല ഇത് ഭംഗിയിലായിട്ട് ഇതിങ്ങനെ വന്നിരിക്കുന്ന സ്പ്ലിറ്റ് ചെയ്ത് വരും. അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻ ലെറ്റർ ബാക്കി ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ആകെ നോക്കേണ്ടത് നമ്മൾ ആ ത്രെഡിന് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുക. ഇതിപ്പം 4 സ്ട്രാൻഡ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈക്വലായിട്ട് അതല്ലെങ്കിൽ 2 സ്ട്രാൻഡ്സ് വരുമ്പോൾ ഈക്വലായിട്ട് വരും. അല്ലെങ്കിൽ 3 സ്ട്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു സൈഡിൽ കട്ടി കൂടുതലും ഒരു സൈഡിൽ കട്ടി കുറവ് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഈക്വലായിട്ടുള്ള ഇതെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ക്വാക്കർ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ലെറ്റർ എ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സി ആണ്. അമ്മൂസ് കളക്ഷൻസിൻ്റെ എയും സിയും ആണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. ഇനി സി ആണ് കേട്ടോ നമുക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ സി തയ്ക്കുന്ന വേറൊരു സ്റ്റിച്ചാണ്. അതിൻ്റെ പേര് ഓവർകാസ്റ്റ് സ്റ്റിച്ച് എന്നാണ്. ഇത് നല്ലോണം എംപോസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ എംപോസ് ചെയ്ത ലെറ്റേഴ്സ് എവിടെയെങ്കിലും ഇപ്പോൾ ടവലിൽ ഹാങ്കർ ചീഫിൽ ഒരു ലെറ്റർ മാത്രമാണ്, അത് കുറച്ച് തടിച്ച് നിൽക്കണം. അതല്ല വേറെ ബ്ലാങ്കറ്റ് പിള്ളേരുടെ ആണെങ്കിലും ബേബീസിൻ്റെ ബ്ലാങ്കറ്റ് അങ്ങനത്തെയുള്ളതിലൊക്കെ എന്തെങ്കിലും തയ്ക്കണം. അല്ലെങ്കിൽ ഹൂപ്പിലായാലും എന്തെങ്കിലും നമുക്ക് അല്ല ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് എംപോസ് ചെയ്ത് നിൽക്കാൻ നല്ലൊരു സ്റ്റിച്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് 2 ത്രെഡിൻ്റെ ആവശ്യമുണ്ട്. അത് ആങ്കറിൻ്റെ ത്രെഡ് തന്നെ മതി. രണ്ടും സെയിം കളർ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തേക്കുന്നത്. ഒന്ന് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡും ഒന്ന് സാധാ നോർമൽ ആങ്കർ ത്രെഡുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് കളേഴ്സാണ് എടുത്തേക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ഏത് കളർ വേണമെങ്കിലും സെയിം കളർ വേണമെങ്കിൽ സെയിം കളർ എടുക്കാം. ഇപ്പോൾ ഞാൻ ആങ്കർ പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആങ്കർ പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഈ സീൻ്റെ മേലിൽ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അരികൊന്ന് നേരെ ആക്കാനായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ അടുത്ത വേറൊരു കളർ ത്രെഡ് എടുത്തിട്ടാണ് ഞാനിത് എന്താ വെച്ചാൽ അതിൻ്റെ മേലെ ത്രെഡിൻ്റെ മേളിൽ നമ്മൾ തയ്ക്കുകയാണ്. അപ്പോൾ ഈ പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം തടുപ്പ് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ഇത് തിന്നായതുകൊണ്ട്. ഇനിയിപ്പോൾ നല്ല തടുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2 ഇഴയോ അതല്ല എന്നുണ്ടെങ്കിൽ സാധാ നോർമൽ ആങ്കർ ത്രെഡ് 6 സ്ട്രാൻഡ്സ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഏത് ലെറ്റർ നമ്മൾ തയ്ക്കണമെന്ന് വെച്ചാൽ ആ ലെറ്ററിൻ്റെ മേലിൽ കൂടെ ഈ ത്രെഡ് വെക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ത്രെഡ് പിടിച്ചു വെച്ചുകൊണ്ട് തയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ലെറ്ററിൻ്റെ മേലിൽ കൂടെ ഫാബ്രിക് ഗ്ലൂ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഏത് ത്രെഡ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ത്രെഡ് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിൻ്റെ മേളിൽ തയ്ക്കുക. അപ്പോൾ നമുക്ക് എംപോസ്മെൻറ്റ് എന്തോരും ഇപ്പോൾ വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ 2 വട്ടം അതുപടി ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് തയ്ക്കുക. വീതി കൂടിയും നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ സി തയ്ക്കുന്നത് ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ കുറച്ച് എന്ന് വെച്ചാൽ നമ്മൾ കൃത്യം ഇവിടുന്ന് തയ്ച്ച് തുടങ്ങുവാണെങ്കിൽ ഇതിൻ്റെ ഇത് പുറത്തോട്ട് ഈ ത്രെഡിൻ്റെ ഇത് കുറച്ച് പുറത്ത് കാണും. അപ്പോൾ ഇത് കുറച്ച് മുന്നേ നമ്മൾ തയ്ച്ച് തുടങ്ങണം. ആദ്യത്തെ ഇത് താഴെ ത്രെഡ് ഇല്ലാണ്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. ഇത് മേളിൽ തയ്ക്കാൻ നേരത്ത് നമ്മൾ 6 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. എന്നാലാണ് നമുക്ക് കുറച്ച് എംബോസ്മെൻറ്റ് കിട്ടത്തുള്ളൂ, നല്ലോണം എംപോസ് ചെയ്തിരിക്കുള്ളൂ. അതുകൊണ്ട് 6 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി അടുപ്പിച്ച് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്നത് മതി. ഈ ത്രെഡിൻ്റെ മേലിൽ കൂടെയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൊജക്ഷൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേൾ കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് അധികം അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തില്ല, എന്നാലും പ്രൊജക്ഷൻ ഉണ്ടാകും. സാധാ നോർമലി ഇതിൻ്റെ താഴെ ഈ ഒരു ത്രെഡ് ഉള്ളതുകൊണ്ട് അപ്പോൾ പ്രൊജക്ഷൻ എന്തോരം കൂട്ടണോ അതനുസരിച്ച് താഴത്തെ ത്രെഡിൻ്റെ സ്ട്രാൻഡ്സ് ഇപ്പോൾ 6 സ്ട്രാൻഡ്സ് എന്നുള്ളത് 12 സ്ട്രാൻഡ്സ് ആക്കണമെങ്കിൽ 12 സ്ട്രാൻഡ്സ് ആക്കാം. അപ്പോൾ എംബോസ്മെൻറ്റ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തോരം വേണം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഓവർകാസ്റ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ. ഇതും ആൽഫബറ്റ്സ് ഒക്കെ തയ്ച്ചെടുക്കാൻ, നമ്പേഴ്സൊക്കെ, സേഫ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മാരേജിൻ്റെ ഇപ്പോഴത്തെ ബിഫോർ മാരേജ് അല്ലെങ്കിൽ കാർഡിന് പകരമായിട്ട് ഹൂപ്പ് സ്റ്റാൻഡൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ സേവ് ഡേറ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഡേറ്റ് എഴുതുന്നത് ഇതൊക്കെ എന്ന് വെച്ചാൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമല്ലോ ആ ഡേറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഈ ഒരു വർക്ക് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലോണം എംപോസ് ചെയ്തിരിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ബിഗിനേഴ്സിന് വരെ എളുപ്പം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റിയ സ്റ്റിച്ചുകളാണ് ഇതൊക്കെ.
ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിങ്ങനെ നമ്മൾ വെച്ച് ത്രെഡ് ഇങ്ങനെ വെച്ച് നമ്മൾ ഫുൾ ആൽഫബറ്റിൻ്റെ മേലെ കൂടെ ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഇതുപോലെ ഷേപ്പിൽ തയ്ച്ച് പോകണം. ഇതിപ്പോൾ നമുക്ക് ഈക്വലായിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ സി വരയ്ക്കുന്നതിൻ്റെ പിന്നെ പുറമേ തന്നെ എന്തോരം ഗ്യാപ്പിലാണ് നമുക്ക് തയ്യൽ വേണ്ടതെന്ന് വെച്ചാൽ ആ തയ്യൽ ആ രീതിയിൽ നമ്മൾ ഔട്ട്ലൈനായിട്ട് ഇവിടെ അങ്ങ് വരച്ചു കൊടുത്താൽ ഇവിടെയും ഇപ്പറയും ആ സെയിം പോയിന്റിൽ നമ്മൾ കുത്തിയെടുക്കുകയും താത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈക്വലായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇവിടെ ഇച്ചിരി കയറി ഇറങ്ങിയൊക്കെ നമ്മുടെ പോകുന്നുണ്ട്. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. രണ്ട് സൈഡിലും ഒന്ന് ഈക്വലായിട്ട് വരയ്ക്കുക, എന്നിട്ട് ത്രെഡ് ഒട്ടിക്കുക, അത് കഴിഞ്ഞിട്ട് തയ്ച്ച് തുടങ്ങുക. അപ്പം ഈക്വലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇതിന് മേലെ തയ്ച്ച് നമുക്ക് ഈ ഒരു ലെറ്ററും തയ്ച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഓവർകാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ തയ്ക്കുന്നു. വേറെ കളർ ത്രെഡ് അല്ലെങ്കിൽ സെയിം കളർ ത്രെഡ് ആയാലും കുഴപ്പമില്ല, ഇട്ട് തയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അത് തയ്ക്കുമ്പോൾ ഞാൻ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പം എൻ്റെ തയ്ച്ചിരിക്കുന്നത് ലെവലല്ല. ഇങ്ങനെ ലെവലായിട്ട് കൃത്യം ആ സെയിം പോയിന്റിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പുറത്തേക്കൂടെ തന്നെ ഈ ഡിസൈൻ വരയ്ക്കുമ്പോൾ നടുക്ക് നൂല് വെക്കാനുള്ള സ്ഥലം വിടുക. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും ഈക്വലായിട്ട് സ്പേസ് വിട്ടൊന്ന് വരയ്ക്കുക, ലൈറ്റായിട്ട് വരയ്ക്കുക. അപ്പം നമ്മൾ തയ്ക്കുമ്പം എന്തെങ്കിലും താത്തുവാണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിലല്ല ഇരുന്നുള്ളൂ, നമുക്ക് ഈ വര അറിയാവുന്നത് കൊണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ നോക്കിയിട്ട് എൻ്റെ ഇവിടെ കുറച്ച് കയറി ഇറങ്ങിയൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരാണ്ടിരിക്കും വൃത്തിയായിട്ട് നല്ല അച്ചടിച്ച് വരെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ തയ്ക്കാൻ പോണത് പിഗ് സ്റ്റിച്ച് എന്നാണ്. പിഗ് സ്റ്റിച്ച് എന്ന് പറയുന്ന സ്റ്റിച്ചിന് വേറൊരു പേരും ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാബ് സ്റ്റിച്ച്. അത് ഓൾമോസ്റ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് റണ്ണിങ് സ്റ്റിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ നമ്മൾ തയ്ക്കുന്നത് സ്റ്റാബ് സ്റ്റിച്ച് അല്ലെങ്കിൽ പിഗ് സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇത് യൂഷ്വലി നമ്മൾ ഒരു ഡ്രസ്സൊക്കെ തയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും ഡ്രസ്സും കൂടെ ആയിട്ട് തയ്ക്കാനൊക്കെയാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി തന്നെയാണ് തയ്ക്കുന്നത്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചോ. റണ്ണിങ് സ്റ്റിച്ചും ഈ പിഗ് സ്റ്റിച്ചും ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എടുക്കുന്നത്, ഇങ്ങനെ എടുത്ത് പോവുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നൂലുള്ള ഭാഗവും നൂലില്ലാത്ത ഭാഗവും ആയിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, കുറച്ച് വ്യത്യാസമുള്ളൂ, ഓൾമോസ്റ്റ് സെയിം എന്ന് തന്നെ പറയാം. പക്ഷേ അതേസമയത്ത് പിഗ് സ്റ്റിച്ചിൽ അങ്ങനെയല്ല വരുന്നത്. പിഗ് സ്റ്റിച്ചിൽ ത്രെഡുള്ള ഭാഗം കുറവും ത്രെഡ് ഇല്ലാത്ത ഭാഗം കൂടുതലുമായിട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഒരു പൊടി പോലെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ ഒരു പൊടിയേ വരത്തുള്ളൂ, അത്ര ഒരു തുന്നലേ ഉണ്ടാവുകയുള്ളൂ. അതിനാണ് പിഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ. ഇതെങ്ങനെയാണ് അപ്പോൾ തയ്ക്കുന്നതെന്ന് വെച്ചാൽ അടുപ്പിച്ച് തയ്ച്ചാൽ മതി. നമുക്ക് ലെറ്റേഴ്സൊക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ത്രെഡ് ഇത്രേ കാണാമുള്ളൂ. പക്ഷേ ഇപ്പം തിക്കായിട്ടുള്ള ആൽഫബറ്റ് എഴുതിയേക്കുന്നെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചുമ്പോൾ തിക്നെസ് കിട്ടും. ഇങ്ങനെയായിരിക്കും റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുന്നത്. ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കും. പിഗ് സ്റ്റിച്ചിൻ്റെ അകത്തൊക്കെ ഒരു പൊട്ട് മാതിരി ആണ് വരുന്നത്. അതാണ് എൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കേട്ടോ. ആർക്കൊരു പ്രശ്നമുള്ളത് എനിക്ക് തയ്ക്കാൻ അറിയാം, പക്ഷെ തയ്ച്ചു കഴിഞ്ഞാൽ ഫിനിഷിങ് ഇല്ല എന്നുള്ളതാണ് പറയാൻ കൂടുതൽ പേർക്കും കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തയ്ക്കാൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് പെട്ടെന്ന് തയ്ച്ച് തീർക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഒന്ന് മാറ്റി വയ്ക്കുക, വൃത്തിയായിട്ട് തയ്ക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുക. അല്ലാണ്ട് എത്രയും പെട്ടെന്ന് തയ്ച്ച് തീർക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ 3 സ്റ്റിച്ചും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുള്ള രീതിയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് സ്പ്ലിറ്റ് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്ന ബൗണ്ടറി തന്നെയാണ്. അത് തന്നെയാണ് ഈ സ്റ്റിച്ച് ക്വാക്കർ സ്റ്റിച്ച് എന്ന് പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ പേര് ഓവർകാസ്റ്റ് സ്റ്റിച്ച് എന്നാണ്. ഒരു ത്രെഡിൻ്റെ മേലിൽ പിന്നെ തയ്ക്കുന്നതിനാണ് ഓവർകാസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ പുറത്ത് തയ്ച്ചിരിക്കുന്ന ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് പിഗ് സ്റ്റിച്ച്. അതല്ല എന്നുണ്ടെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് മാതിരി തന്നെയാണ്, കുറച്ച് ഡിസ്റ്റൻസ് കുറവേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു സ്റ്റിച്ചും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ബിഗ്നേഴ്സിന് തയ്ക്കാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.